കുഞ്ഞുമക്കളെ, ആദ്യമായി എല്ലാവർക്കും ആനന്ദവും ആഹ്ലാദവും നിറഞ്ഞ ഒരു സായാഹ്നം ആശംസിക്കുന്നു. കരഞ്ഞ കണ്ണും നിറഞ്ഞ മനസ്സുമായി ജന്മഭൂമിയിൽ നിന്നും കർമ്മഭൂമിയിലെത്തിയിട്ടുള്ളവരാണ് നാം എല്ലാവരും. തികച്ചും വിഭിന്നമായ ഈ കൊച്ചു രാജ്യത്ത് ഭാഷ, സംസ്കാരം, ആചാരരീതി, കാലാവസ്ഥ എന്നിവയോട് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളായി നാം ഇന്ന് മാറിയിരിക്കുന്നു. നിറപ്പകിട്ടാർന്ന നമ്മുടെ മോഹങ്ങളോ ഇന്ന് വിവരണങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ജീവസന്ധാരണത്തിനായി സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വേരുകൾ പറിച്ചെടുത്ത് ജീവിക്കാൻ കൊതിച്ച് പ്രവാസത്തോട് പടപൊരുതി അന്യനാടുകളിൽ കുടിപാർക്കുന്ന ഏതൊരുവന്റെയും ആത്മാവിൽ ഉണർവിന്റെ നിർവൃതി ഉണർത്തുന്നു പിറന്ന നാട് എന്ന് കേൾക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഊഷ്മള സൗഹാർദ്ദത്തെ പറ്റി നാം ഓർക്കുമ്പോഴും. ഇന്ന് പരിഷ്കാര കാലമുയർത്തും ചുവരുകളിൽ പുത്തൻ തലമുറ വരയ്ക്കും പടങ്ങൾ മലയാളിയുടെ മാനവീയ ബോധത്തിന് പുഴുക്കുത്തേൽക്കുന്നതായി തോന്നുന്നില്ലേ? പുതുമകൾ തേടി നാം ഓടുമ്പോഴും അനുകരണത്തിന്റെ പാതകൾ നാം താണ്ടുമ്പോഴും വിശ്രമമില്ലാത്ത പരിശ്രമത്തിനിടയിലും ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിടുമ്പോഴും നമ്മിൽ വന്നു നിറയുന്ന ശൂന്യതാ ബോധവും ടെൻഷനും അകറ്റാൻ ഇത്തരം കൂട്ടായ്മകൾ ഒരൊറ്റ മൂലിയാണ്. സ്നേഹിതരെ, ലോകത്തിലെ പല ജീവികളെക്കാളും ദുർബലനായിരുന്ന മനുഷ്യൻ അതിജീവിച്ചതും വളർന്നതും അവയൊക്കെയും തന്നെയും നശിപ്പിക്കുവാൻ ശക്തനായതും കൂട്ടായ്മയിലൂടെയാണ്. കുടുംബങ്ങൾ, കുലങ്ങൾ, ഗോത്രങ്ങൾ, രാഷ്ട്രങ്ങൾ ഇവയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ദർശനം എന്താണ്? ഓരോരുത്തരും എല്ലാവർക്കും, എല്ലാവരും ഓരോരുത്തരും എന്നതാണ്. ഇന്നത്തെ സ്ഥിതിയോ തൽസ്ഥാനത്ത് തനിക്ക് താൻ മാത്രം, താൻ തനിക്ക് മാത്രം എന്നായിരിക്കുന്നു. അതായത് ഒരു തരം അവനവനിസം നമ്മിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. സഹകരണത്തിന്റെ സ്ഥാനത്തോ നമ്മൾ മത്സരത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് മനുഷ്യകുലത്തിന്റെ സത്തയ്ക്കെതിരാണ്, നാശത്തിന്റെ വഴിയാണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മ നാടിൻ പവിത്ര സങ്കല്പങ്ങളിൽ നിന്നകലാതെ ജ്ഞാനവിജ്ഞാനങ്ങൾ അനസ്യൂതം ഏറ്റുവാങ്ങി വിശ്വത്തെ മിത്രഭാവത്തിൽ കണ്ട് പണത്തിന്റെ മണത്തിൽ മണ്ണിൽ പാടുപെട്ടിരുന്ന നമ്മുടെ വേരുകളെ മറക്കാതെ ചന്തവും ഗന്ധവും ഒഴുകുന്ന പൂക്കളെ മാത്രം ലാളിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറാതിരിക്കുവാൻ ഇത്തരം ദേശ കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കട്ടെ. ഹൃദയരക്തം കൊണ്ട് കവിത എഴുതും കവി എന്നു ഖ്യാതി നേടിയ ചങ്ങമ്പുഴ തന്റെ ബാഷ്പാഞ്ജലി എന്ന കാവ്യത്തിലൂടെ നമ്മോടിങ്ങനെ പറയുന്നു: നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിൽക്കുമെന്നും. എന്താണത്? പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. ഇന്ന് നമ്മൾ പറയുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലോകം ചുരുങ്ങി ചുരുങ്ങി മനുഷ്യന്റെ വിരൽ തുമ്പിൽ എത്തിയിരിക്കുന്നു. മനുഷ്യർ തന്റെ കൈക്കുമ്പിളിൽ എടുത്ത് അമ്മാനമാടുന്നു എന്നൊക്കെ എല്ലാം ശരി തന്നെ. മറുവശത്തോ മനുഷ്യർ തമ്മിലുള്ള ദൂരം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരങ്ങളിലേക്ക് അകലുന്ന ഈ മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കുവാനും പരമാർത്ഥ സ്നേഹ സൗഹാർദ്ദത്തിൻ മന്ദഹാസം പൊഴിക്കുവാനും കണ്ണുനീരിൽ തുടങ്ങി ചിരിയായി വളർന്ന് കണ്ണുനീരിലേക്ക് തന്നെ മടങ്ങുന്ന ഇഹലോക ജീവിതത്തിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായി നന്നാകുവാനും നന്നായി ഒന്നാകുവാനും ഇത്തരം കുടുംബ സൗഹൃദ കൂട്ടായ്മകൾ നമ്മിൽ പുത്തൻ ആവേശവും ഉണർവും നൽകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. അച്ഛനായാൽ മതി, പള്ളിയിൽ അച്ഛനായാൽ മതി. നമ്മളുടെ സിസ് മലയാളികളുടെ പ്രിയപ്പെട്ട ചുരുങ്ങിയ കാലം കൊണ്ട്
പ്രിയപ്പെട്ട അച്ഛന്മാരായി മാറിയ ബഹുമാനപ്പെട്ട സജി അച്ഛനും വർഗീസ് നടക്കിൽ അച്ഛനും, കോളേജ് അധ്യാപകനും പ്രഗത്ഭ വാഗ്മിയും എഴുത്തുകാരനും അതിനേക്കാൾ ഉപരി നമ്മുടെ സ്വന്തം നാട്ടുകാരനുമായ പോൾ മണവാളൻ അച്ഛനും ഈ കൂട്ടായ്മയുടെ പേരിൽ നിറമനസ്സോടെ സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ദീപിക റിപ്പോർട്ടർ ശ്രീ ജേക്കബ് മാളികലിനും ഈ കുടുംബ സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ കൂട്ടായ്മയുടെ കരുത്തായ ഓരോ കുടുംബത്തിനും അതിലെ ഓരോ അംഗത്തിനും, പ്രത്യേകിച്ച് ഈ വർഷം പുതുതായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ നിറസന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തിരി ഇപ്പോൾ എൻ്റെ വാക്കുകൾ ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.